മത്തായിക്കെതിരെ പ്രതികരിച്ച അടൂർ മെത്രാന് പിന്തുണയുമായി സഭയിലെ യുവാക്കൾ രംഗത്ത്. വിശുദ്ധ വേദപുസ്തകത്തെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് 34-ലെ കൈപ്പുസ്തകത്തെ ന്യായപ്രമാണമായി സ്വീകരിച്ച് പള്ളി പിടിച്ചു പറിക്കിറങ്ങിയ വാഴൂർ മത്തായിയെ ചില യാഥാർത്ഥ്യങ്ങൾ ഓർമ്മിപ്പിച്ച് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ രഞ്ജിത്ത് വർഗീസിന്റെ വാക്കുകൾ കേൾക്കുക. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ അഭിമന്യ ഡോക്ടർ അപ്രേം തിരുമേനിയുടെ ഒരു പ്രസ്താവനയെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾ കത്തിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. ആധ്യാത്മിക സംഘടനകളുടെ എല്ലാം തലപ്പത്ത് പ്രവർത്തിക്കാനുള്ള അവസരം ദൈവാനുഗ്രഹത്താൽ കിട്ടിയിട്ടുമുണ്ട്. ഇപ്പൊ പ്രവാസിയാണ്. എന്നെ പോലെയുള്ള നൂറുകണക്കിന് വിശ്വാസികളുടെ ഒരു ചിന്തയാണ്, എന്തിനു വേണ്ടിയാണ് ഈ കേസ് നടത്തുന്നത്? സഭയിലെ സാധാരണക്കാരായ ആളുകൾ കൊടുക്കുന്ന ചില്ലിക്കാശുകൾ കൂട്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഓരോ സിറ്റിങ്ങിനും വക്കീലുമാർക്ക് കൊടുത്തുകൊണ്ട് ഈ സഭയിൽ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകുകയില്ല എന്ന് തന്നെയാണ് അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നത്. പിന്നെ ചിലരുടെയൊക്കെ രണ്ട് വിഭാഗത്തിലും ചിലരുടെയൊക്കെ ഉള്ളിലെങ്കിലും തീവ്രവാദം കുത്തി വെറുതെ വായും ബഹളവും വെച്ച് ഇത് മുമ്പോട്ട് നീക്കുകയല്ലാതെ ഒരിക്കലും ഇങ്ങനെ കേസ് പറഞ്ഞ് സഭയിൽ സമാധാനം ഉണ്ടാകുകയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനി. ക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹവും സമാധാനവും. ഇന്ന് സഭകൾ എവിടെയാണ് സ്നേഹമുള്ളത്? എവിടെയാണ് സമാധാനമുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് പള്ളികളുടെ കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് ഭാഗം വെച്ച് പോവുകയോ അല്ലെങ്കിൽ ഒന്നിച്ചു പോകാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ സാധ്യത കുറവാണ്. രണ്ട് വിഭാഗത്തിലെയും ഭൂരിപക്ഷം ആൾക്കാരും അതിനനുകൂലിക്കില്ല. പക്ഷേ നാം മനസ്സിലാക്കണം, ഓർത്തഡോക്സും യാക്കോബായും സഹോദര സഭകളാണ്. ആ പിതാക്കന്മാർ, ഈ ഭരണഘടനയല്ല നമുക്ക് ഏറ്റവും വലുത്. നമ്മളുടെ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. അപ്പൊ അതിന്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് സ്നേഹവും സാഹോദര്യവും സമാധാനവും. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഇന്ന് സാത്താന്റെ സഭകളായിട്ട് സഭകളെ മുന്നോട്ട് നയിക്കുന്ന ഒരവസ്ഥയാണ്. അതിനൊരു അറുതി വരുത്തണം. അതാണ് അഭിമന്യ അപ്രേം തിരുമേനി പ്രസംഗിച്ചത്. അതായത് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്. ആ ബൈബിൾ പഠിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ ഭാഷ സമാധാനമാണ്. സമാധാനത്തിൽ കൂടി സഭയിൽ സമാധാനം ഉണ്ടാകണം. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഭകളിലെ ചെറുപ്പക്കാർ പല ദേവാലയങ്ങളും, അപ്രേം തിരുമേനി പ്രത്യേകം പറയുന്നുണ്ട്, ദേവാലയങ്ങളിൽ നിൽക്കാൻ ആള് നിറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനു വേണ്ട നടപടി എടുത്തു തരാമെന്ന് പറയുന്നു. അതായത് ഇന്ന് മിക്ക ദേവാലയങ്ങളിലും ഏതാണ്ട് 60-70% ആൾക്കാർ മൈഗ്രേഷന്റെ പാതയിലാണ്. പള്ളിയിൽ വരാൻ ആളില്ല, പൊതുയോഗത്തിൽ ഇരിക്കാൻ ആളില്ല. അതായത് അടൂർ ഭാഗത്തുള്ള പല ദേവാലയങ്ങളിലെ അവസ്ഥ, 1-2 വലിയ ദേവാലയങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മിക്ക ദേവാലയങ്ങളിൽ 30-ൽ താഴെ ആളുകളാണ് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു വഞ്ചിപ്പിരിവിനോ ഒരു കരോളിനോ ഒക്കെ നമ്മളൊരു ദേവാലയത്തിൽ നിന്ന് വീടുകളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ 50% വീടുകളിലും പൂട്ടിക്കിടക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്തിനാണ് ഈ പള്ളികൾ പിടിച്ചെടുക്കുന്നത്? പ്രത്യേകിച്ച് അടൂർ ഭദ്രാസനത്തെ പറ്റി വലിയൊരു സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അവിടെ പല ദേവാലയങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ടാകും. അന്ന് ചെറുപ്പമായതുകൊണ്ട് വലിയ ബുദ്ധിയൊന്നുമില്ല. ആരെങ്കിലും മുമ്പിൽ നടക്കുന്ന നേതാവ് വിളിക്കുന്നത് പിമ്പിൽ നടക്കുന്നത് നമ്മൾ ഏറ്റു വിളിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അന്ന് ഒക്കെ പല ദേവാലയങ്ങളിലും പ്രശ്നങ്ങൾക്കൊക്കെ പോയിട്ട് പിന്നീട് ഇരുന്ന് ഇച്ചിരൂടെ ബുദ്ധി ഉറച്ച സമയത്ത് നമ്മൾ ചിന്തിച്ച് എന്തിനു വേണ്ടിയാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം അതിന് പോകാറില്ല. അഭിമന്യ അപ്രേം തിരുമേനി അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ മെത്രാനായി ചാർജ് എടുത്തത് ഇന്ന് വരെയും അവിടെ രണ്ട് വിഭാഗവും വളരെ സാഹോദര്യത്തോടുകൂടി യാതൊരു പ്രശ്നങ്ങളില്ല. പെരുന്നാളുകളായിക്കോട്ടെ മറ്റു പരിപാടികളായിക്കോട്ടെ ഒന്നിനും ഒരു പ്രശ്നമില്ല. വളരെ സാഹോദര്യത്തോടു കൂടി പോകുന്നുണ്ട്. ആ സാഹോദര്യം നശിപ്പിക്കാനൊക്കെ ഏത് സ്ഥലത്തും കാണുമല്ലോ 1-2 പേരൊക്കെ. അങ്ങനെയുള്ള ഛിദ്രശക്തികളാണ് ഈ അഭിമന്യ അപ്രേം തിരുമേനിക്കെതിരെ ഇങ്ങനെയുള്ള വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടെ വലിയ മുഖമില്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നതും അധിക്ഷേപിക്കാൻ നോക്കുന്നതും ഒക്കെ. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.